ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സ്ക്രാച്ച് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഒരു ഗെയിം ഉണ്ടാക്കുന്ന ഒരു വെബ്സൈറ്റാണ്. നമ്മൾ ഒരു 2D ഗെയിംസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ 3D കാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 3D ആക്കാം. എന്നാലും നമുക്ക് ആദ്യം 2D ഒക്കെ ഗെയിംസ് ഒക്കെ കണ്ടുപിടിക്കാം. ഗെയിംസ് ഉണ്ട്, ആനിമേഷൻ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നും, ഫുള്ളായിട്ട് ഞാൻ പറയുന്നില്ല, എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നും അതിനകത്ത് സ്പ്രൈറ്റ് റെയിൽ എന്നൊരു ആനിമേഷൻ ഉണ്ടാക്കാൻ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിളിൽ ഞാൻ ഇപ്പോൾ തിങ്ക് പാഡാണ് യൂസ് ചെയ്യുന്നത്. ഗൂഗിളിൽ നമുക്ക് സ്ക്രാച്ച് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രാച്ച് MIT എഡു എന്നൊരു വെബ്സൈറ്റ് വരും. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യാവുന്ന. ഞാൻ എൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്. ക്വാർട്ടർ സാലൻഡ്, ഇങ്ങനെ നല്ല രസമല്ലേ പേര്. ഞാൻ മലയാളിയാണെങ്കിൽ ക്വാർട്ടർ സാലൻഡാണ് ഇട്ടേക്കുന്നത്. റിയൽ പേര് ഇട്ടൂടാ. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് റിയൽ പേര് ഇപ്പോൾ ഇടാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെ അക്കൗണ്ട് വെക്കാമെന്നും അതിലെന്തൊക്കെ ചെയ്യണമെന്നും ഒക്കെ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ ഇമെയിലും കൺട്രീസ് ഏത് കൺട്രി ആണെന്നൊക്കെ പറയണം. അതിൻ്റെ കൂടെ നമ്മുടെ പാരൻസിൻ്റെ സപ്പോർട്ട് വേണം. പാരൻസ് സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് സ്ക്രാച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇനി ക്രിയേറ്റിലേക്ക് പോവാം. ക്രിയേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കാൻ പോകുമ്പോൾ ക്രിയേറ്റ് ചെയ്യണ്ടേ. അതായിട്ട് ക്രിയേറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ, വന്നിരിക്കുന്നു നമ്മുടെ ക്യാറ്റുകുട്ടൻ, പൂച്ചക്കുട്ടൻ. ഞാൻ സ്പ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിന് പേരിടാം അല്ലേ. ക്യാറ്റ്. ഇനി പ്രൊജക്റ്റിന്റെ പേരിടാം. നമ്മുടെ പ്രൊജക്റ്റ് എന്താണ്? സ്പ്രൈറ്റ് റെയിൽ. സ്പ്രൈറ്റ് റെയിൽ ഇത് നല്ലൊരു പേരല്ലേ, സ്പ്രൈറ്റ് റെയിൽ. ട്രെയിൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ട്രെയിലിൻ്റെ അർത്ഥം ഉണ്ടോ? മാർക്ക് സീരീസ് സൈൻസ് ഓഫ് ദ ലിഫ്റ്റ് ബിഹൈൻഡ്. ട്രെയിൽ എൻ്റെ ഒരു വഴി, അതാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വേറെ ഇതാണ് സ്പ്രൈറ്റ് റെയിൽ. ഓക്കെ, നമുക്കത് കളയാം. സ്പ്രൈറ്റ് റെയിൽ. അപ്പോൾ ഇതൊക്കെയാണ് കോഡ്. കണ്ടോ, കോഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കോഡ് ഉണ്ടാക്കില്ലേ എന്ന് വെച്ചാൽ വേരിയബിൾ, അതൊക്കെ വേറെ. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, ഒരു സൗണ്ട് ഇടാം. പ്ലേ സൗണ്ട് മ്യാവ്. അണ്ടിൽ ഡൺ. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ എൻ്റെ അത്. രണ്ട് കോസ്റ്റ്യൂമിലേക്ക് പോവാം. അതിനെ വേറെ ഷേപ്പിലേക്ക് മാറ്റുന്നതൊക്കെ ചെയ്യാൻ. തല വെട്ടിയെടുത്ത് ചെയ്യുന്നു. നമുക്ക് തല ഇവിടെ കൊണ്ടുവരാം, വാലിൻ്റെ അവിടെ. തലയില്ല. തല കൂടിപ്പോയാട്ടോ. ഓക്കെ, അത് സെറ്റായിരിക്കും. ഉയർന്ന് നടക്കാം. സൗണ്ട്സിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ ഇട്ട് തന്നെ. എന്താ രസമില്ല. അപ്പം നമുക്ക് ആനിമലിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ഉണ്ട്. അയ്യോ, അങ്ങനെ പോയാ എന്തല്ലേ. പിന്നെ വേറെ കുറേ ഉണ്ട്, അത് വേറെ. നമുക്ക് അതിനും വേറെ ആയിരുന്നു. എന്താ കൊള്ളാല്ലേ. കുറേ ഉണ്ട്. ഇനി ആനിമലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് മ്യാവു അല്ലേ നോക്കിയ. കൊള്ളാം. ഇനി നമുക്ക് എന്താ അത്? പക്ഷെ അതൊക്കെ സെറ്റായിരുന്നു. നമ്മുടെ ഏലിയൻ്റെ അതേതായാലും എവിടെയായിരുന്നു നമ്മുടെ അടുത്ത്? എഫക്സിലായിരുന്നോ? സെറ്റ് ഏഴിമല ലോല. കൊള്ളാലേ. ഓക്കെ, നമുക്ക് കുറേ ഉണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് പോയാലോ, തിരിച്ചു പോയാലോ? കുറേ നേരമായില്ലേ? കുറച്ച് നേരമായില്ലേ? കുറച്ച്. അപ്പോൾ ആദ്യം നമ്മൾ ഇടേണ്ടത് വെൻക്ലിക്ട്. അതെവിടെയാന്ന് വെച്ചാൽ ഇവറ്റിൽ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ട് എന്ന് വെച്ചാൽ ഗ്രീൻ ഫ്ലാഗ് ഇതാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആവും എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ട്
നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ക്ലോൺ ഓഫ് മൈ സെൽഫ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുവാണെങ്കിൽ കുറേ ക്ലോൺ 2 ക്ലോൺ ആവുമല്ലേ. അത് തന്നെ ഫോർ എവർന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻസിൽ പോയി 4 അവർ കൊടുത്തു കഴിഞ്ഞാൽ വേറെ കാര്യം വരും. അതെ ഇവൻസിലല്ല, സോറി, കൺട്രോളിലാണേ. 4 അവർ ക്രിയേറ്റ് ക്ലോൺ ഓഫ് മൈ സെൽഫ് സെറ്റായിരിക്കുന്നു ഇവിടെ. 4 അവർ ഇപ്പം എടുത്ത് മാറ്റാൻ വരെ ആളില്ല. കണ്ട അത്രയും ക്ലോണാണ്. മൂവ് ടു റാൻഡം പൊസിഷൻ കൊടുത്ത് എങ്ങനെ ഇരിക്കും എന്ന് പറയാം. എവിടെയാണെന്ന് ഓർമ്മയില്ല, മോഷനിലും കണ്ടാണ്. ഗോ ടു റാൻഡം പൊസിഷൻ അതും കൂടെ ഇടണം കൂടെ. അവിടെ തുടങ്ങണേ. ബാറൂസേ അങ്ങനെ കുറേ ആയല്ലേ. പക്ഷെ ഇടയ്ക്ക് വെച്ച് നിൽക്കും കേട്ടോ. നോക്ക് കുറച്ചു നേരം ആയേ. കുറച്ചു നേരം കുറേ ക്ലോൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലോൺ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ. പോകുന്നേ ഉള്ളു. ഇപ്പം നിന്നു കഴിഞ്ഞാൽ ക്ലോൺ പിന്നെ വരുന്നുണ്ടോ? ഇല്ലല്ലേ, ജസ്റ്റ് കിടക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇത്രേ ഉള്ളൂ ഗായ്സ്. ഇപ്പോൾ ക്ലോൺ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്കിനി അടുത്തേക്ക് പോകണ്ടേ. കൺട്രോൾ 4 അവർ ലൂപ്പ്. 4 അവർ ലൂപ്പ് നമ്മൾ നേരത്തെ ഇട്ടായിരുന്നോ? അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഗോ ടു മൗസ് പോയിന്റർ ഉണ്ട് നമുക്ക്. ഇതിൻ്റെ അകത്ത് എവിടെയോ ആയിട്ടാണ് ഗോ ടു മൗസ് പോയിന്റർ. നമ്മൾ എന്തിനാ അത് മാറ്റി എന്തിനായിരുന്നു? ഒരു റാൻഡം പൊസിഷൻ അല്ല ഇടേണ്ടത്. ഗോ ടു മൗസ് പോയിന്റർ ഉണ്ട്. അയ്യോ കഷ്ടം. നമ്മളെന്തായിരുന്നു ചെയ്തത്? നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു കാരണം. അത് ആ സാധനം മാറ്റിയാൽ മാത്രം മതിയായിരുന്നു. കഷ്ടം. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞില്ലേ, നിന്നില്ലെങ്കിൽ ഓക്കെയാണേ. ഓക്കെ നിൽക്കും. ഇപ്പം കുറച്ചു നേരം കഴിയുമ്പോൾ നിൽക്കും. കണ്ട വരുന്നുണ്ടാ ഇത്ര ക്ലോണേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്നിട്ട് നമുക്ക് കൺട്രോളിലേക്ക് പിന്നെ കൺട്രോളാണോ വേണ്ടത്? കൺട്രോളാണ് വേണ്ടത്. വേണേൽ സ്റ്റാർട്ട് ക്ലോൺ കൺട്രോളിൽ തന്നെ പോയിട്ട് റിപ്പീറ്റ് ലൂപ്പ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് റിപ്പീറ്റ് ലുക്സിലേക്ക് പോവാ. നമ്മൾ ആദ്യം എടുത്ത സാധനമല്ല, ചേഞ്ച് കളർ എഫക്റ്റ് ബൈ ആണോ? ചേഞ്ച് കളർ എഫക്റ്റ് ബൈ 10. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടുവാണെങ്കിൽ ഞാൻ കളറായിരുന്നോ അമ്മേ? കോസ്റ്റ് പോയാ കഷ്ടം. അത്രേ പോവുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡിലീറ്റ് ദിസ് ക്ലോൺ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്കത് കളിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും തീർന്നു പോകും. അതൊരു കഷ്ടമാണ്. പിന്നെയും പോകണം എന്താണല്ലേ. പക്ഷെ ഇതാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എത്ര വേണമെങ്കിലും ചെയ്യാം. കണ്ടോ? അപ്പം ഇത്രയും ചെയ്ത കൂട്ടുകാർക്ക് നിർത്തുന്നില്ല ഞാൻ. ഇനിയുണ്ട്. ഇനി നമുക്ക് സൗണ്ട്സും കളർ എഫക്റ്റും ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 4 അവർ ലൂപ്പ് ഇടുക. എല്ലായ്പ്പോഴും 4 അവർ. വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് ചേഞ്ച് കളർ എഫക്റ്റ് അല്ലായിരുന്നാ, നമുക്ക് ഇത് മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. നമുക്ക് അതിൻ്റെ പോകേണ്ട ആവശ്യമില്ല. കോസ്റ്റ് മാറ്റിയിട്ട് കളർ തിരിക്കുന്നു. സോറി, ഞാൻ കളർ ശ്രദ്ധിക്കുന്നില്ല ഒന്നും. എവിടെ ഇല്ല, അവനെവിടെ? 4 അവർ കളറാവൂല, കാരണം നമ്മൾ തുടങ്ങാൻ്റെ അവസരം വിട്ടില്ലല്ലോ അവനെ. സ്റ്റാർട്ട്. നമ്മളാണല്ലോ പാട്ട് പാടുന്നത്. അവൻ പാട്ട് പാടുന്നില്ലല്ലോ. അതെന്തൊരു കഷ്ടമാണ്. നമ്മൾ പാട്ട് പാടുന്നില്ല. ഒരു DJ പാട്ടിടണ്ടേ? പാട്ടിടാൻ വേണ്ടി നമ്മുടെ പഴയ സാധനങ്ങളിലേക്ക് സ്വാഗതം. ഇതെനിക്കൊരു സംശയം, ഇത് റെഡായിട്ടൊക്കെ നിൽക്കുമോ? ഇല്ലല്ലേ.
ആ കളറിലേ നിൽക്കുള്ളൂ. കഷ്ടം. നമുക്ക് ഇതിട്ടാലോ? എൻ്റെ ഒരു ഐഡിയ ആണ് കേട്ടോ. ഇതല്ല, നമ്മൾ ഇതിട്ടാലും തൽക്കാലം നിങ്ങൾ ഇതേപോലെ ഇട്. സൗണ്ട്സിൽ മ്യാവ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. സംശയം ഇട്ടു. കൺട്രോൾ പോവുക, 4 അവർ ഇടുക, ഫ്ലാഗ് ഇത് തന്നെ സാധനം. ഡ്യൂപ്ലിക്കേറ്റ് ഇതേ സാധനം. എൻ്റെ ഇത് മാറ്റി എൻ്റെ അത് ഇതിട്ടു. ഇത്രേ ഉള്ളൂ. വെച്ചാ ഇങ്ങനെ സംഭവിച്ചിരിക്കും. പക്ഷെ നമുക്ക് ഈ പാട്ടല്ലല്ലോ വേണ്ടത്. ഇപ്പം പാട്ടിലേക്ക് പോവുക. ഇവന്മാരെ രണ്ടുപേരെയും ഇവനെ ഡിലീറ്റ് ചെയ്താൽ മതി. ഇവനെ ഡിലീറ്റ് ചെയ്താൽ പിന്നെ പണിയാവൂലെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഞാൻ ചെയ്തിട്ടില്ല. ഇല്ലാത്ത പാട്ടില്ല. എന്തോ ചെയ്യണം? പാട്ടേ ഇല്ല, അവിടെ ഒരു പാട്ടില്ല. അയ്യോ, ഞാനെന്താ ഇങ്ങോട്ട് പോണേ? ഇൻസ്ട്രക്ഷൻ പാക്കിലേക്ക്. ഞാൻ എന്തൊരു കള്ളനാണ്. നമ്മൾ നേരെ ചൂസ സൗണ്ടിലേക്ക് പോവാ. അവിടെ നമ്മൾ ലൂപ്സിൽ കിടക്കുന്നു. ഡാൻസ് എനർജറ്റിക് സെറ്റല്ലേ? നമുക്ക് വേറെ ഒക്കെ ഉണ്ട്. അതിട്ടാലോ? സെറ്റ് സൗണ്ട് അല്ലേ? അയ്യോ, എന്തൊക്കെയോ ഈച്ച പറന്നു പോയി. നമുക്ക് സാധനം കിട്ടി. കേവ് കൊള്ളാലേ? അതിൻ്റെ പോലെ സെറ്റ്. കേൾക്കുന്ന ആൾക്കാരൊക്കെ ചെവി കിട്ടിപ്പോവും. ഇനി നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ചെയ്യണമെന്നില്ല, ജസ്റ്റ് കാണിക്കുവാണ്. നമുക്ക് വേറെ എന്തൊക്കെ ഇടാം വെച്ചാ, ചേട്ടൻ തല കുത്തിയിടുക. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഒരു ഐഡിയ ആണ് ഞാൻ പറയുന്നത്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഉദ്ദേശിക്കുവാണ് 4 അവർ. ഇങ്ങനെ ഉണ്ടാക്കാം. കൊള്ളാലേ? അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇടാം. ഇങ്ങനെ കറങ്ങുവാണെങ്കിൽ മറ്റേത് എവിടെയും അവിടെ അങ്ങനെ ബൗൺസ് അങ്ങനെയൊക്കെ ഉണ്ട്. കുറേ ഉണ്ട്. അത് കറക്റ്റ് ഇടുവാണെങ്കിൽ വേറെ എന്തെങ്കിലും ഇടാം. ലൈക്ക് ഉറപ്പില്ല. കോച്ച് റാൻഡം പൊസിഷൻ 4 ഉണ്ട്. അപ്പം ഇതാണ് സെറ്റ് ഗൈസ്. കുറേ സാധനം എനിക്ക് കുറേ കുഴപ്പമാണെന്ന് തോന്നുന്നു അല്ലേ എല്ലാവർക്കും? ഇനി ഇത് 3 വിട്ട് കഴിഞ്ഞാൽ വേറൊരു സാധനമാണ്. നമുക്ക് വേറെ കുറേ ഇടാം കേട്ടോ. ഞാനിനി സെറ്റാക്കാൻ പോവാണ്. നമുക്കിവനെ ഒഴുകിക്കളയും. ഓക്കെ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, നമ്മുടെ കയ്യിലാണ് അവൻ. ഇത് വന്നപ്പോ എന്താ കുഴപ്പം? നമുക്കിനെ പിടിച്ച് മാറ്റിയാലേ? ഇതിനെ മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതാണ് അങ്ങോട്ട് റാൻഡം പൊസിഷൻ്റെ വർക്ക് പോവും. അതിന് പണിയാവും.
നമ്മൾ ഇതൊക്കെ എന്തിനാണ് കൊണ്ടുവന്നത്? ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ഗൈസ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു എൻ്റെ വീഡിയോ. ബൈ ബൈ, സീ യു, ടാറ്റ.